ഹലോ, ഗുഡ് മോർണിംഗ്. നയന ആദർശിൻ്റെ പുതിയ ഭാഗമാണ്. അപ്പം നയന ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ നന്ദുവിനെ കണ്ടിട്ട് നയന വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ഗോവിന്ദനും നന്ദുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, മോളെ ഹനിയുടെ കല്യാണമാണ്, അത് നടക്കണം. മോൾ നമ്മളെ എല്ലാവരെയും ഒരാഴ്ചയ്ക്ക് മുന്നേ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുന്നേ നമുക്ക് പോയി അവിടെ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അച്ഛാ എനിക്കിതിന് കഴിയില്ല എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ മോളെ, കാര്യമെന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും മാത്രമല്ല എനിക്ക് നല്ല സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ വിചാരിക്കും മോക്കിപ്പോഴും സങ്കടമാണെന്ന്. അങ്ങനെയൊന്നും കരുതരുത്. മോള് വളരെ സന്തോഷത്തോടെ അവിടെ നിൽക്കണം. ഒന്നാമത് അനാമികയ്ക്ക് മോളോട് ഭയങ്കര സംശയമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കണതെല്ലാം മോള് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ നന്ദുവിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിപ്പോൾ നന്ദുവിന് ഭയങ്കര സങ്കടമാണ്. അനിയോട് ഇങ്ങനെ എതിർത്ത് പറയുകയും ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ നയനേച്ചിക്ക് വേണ്ടി അവളെല്ലാം സഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയന നേരെ അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ആദർശ നയനെ കാണാതെ ഭയങ്കര സങ്കടത്തിൽ ഇത് എവിടെ പോയതാന്ന് പറഞ്ഞ് സങ്കടത്തിലും ടെൻഷനും ഒക്കെ ആയി നിൽക്കുമ്പോഴാണ് നയന 2 വീലറിൽ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ എത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തോടെ നോക്കുമ്പോൾ നയനയ്ക്ക് ഹെൽമെറ്റൊക്കെ മാറ്റി വരുമ്പോൾ ഭയങ്കര ദുഃഖമാണ് മുഖത്ത്. ആ സങ്കടം മറയ്ക്കാനായിട്ട് നയന ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ നയന ചെന്നിട്ട് നമ്മുടെ കനകയെ പോയി കാണുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നു, മോൾ എവിടെയായിരുന്നു? ആദർശ മോനും മോളെ അന്വേഷിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഞാനിങ്ങനെ നന്ദുവിനെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ശരിയായി എന്നൊക്കെ പറഞ്ഞ് കനകയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ നയന. അവൾക്കെല്ലാം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞു. നേരെ നയന റൂമിലേക്ക് ചെല്ലുമ്പോൾ ആദർശം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദർശ നയനെ നമ്മൾ കുറച്ച് സംസാരിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന അങ്ങനെ ഒന്നും വിട്ട് പറയുന്നില്ല. എന്നിട്ട് നയന എന്ത് ചെയ്യും, നമ്മുടെ അനിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ്, അനി എനിക്ക് നിന്നൊന്ന് കാണണമെന്ന്. അപ്പം ഈ അനി അവിടെ വരുന്ന സമയം നോക്കി നമ്മുടെ കനക കാണുന്നുണ്ട്. അപ്പം നയനയോട് പറയുന്നുണ്ട്, മോളെ ഈ വരുന്ന തുലാത്തിൽ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം നടത്തണം. എന്ത് വിറ്റുപെറുക്കി ആയാലും ശരി തന്നെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പയ്യനല്ലേ, അപ്പം നമ്മുടെ കുടുംബത്തെയും അറിയാം. അപ്പോൾ എന്തായാലും അവൾ വളരെ ഹാപ്പിയാന്നൊക്കെ പറഞ്ഞ് അനി കേൾക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് കനക പറയുന്നത്. അപ്പോൾ അത് നയനയും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നയന കൂടെ പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ എന്തായിട്ടത്തി പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എന്നോട് നിന്ന് മറച്ചു വെച്ചത്? നന്ദു നിന്നെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ നയന അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നന്ദുവിന് നിന്നോട് സ്നേഹം എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. നീ അവളോട് നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ അവൾ അതിൽ പെട്ടെന്ന് അവൾക്കൊരു എന്താ പറയണേ, കേട്ട സമയത്ത് തന്നെ ഒരു പെട്ടെന്നൊരു ഷോക്കായി പോയതുകൊണ്ടാണ് അവൾ ആ സങ്കടം കാണിച്ചത്. അല്ലാതെ നീ അനാമികയായിട്ട് നിൻ്റെ കല്യാണം നടക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടോ എന്നുള്ളൊരു സങ്കടമല്ല അവളുടെ മുഖത്തെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നിരാശയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അനി ഇനി അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കരുത്, നന്ദുവിന് ഇനി അങ്ങനെ കാണരുത്. നന്ദു പിന്നെ അനി അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ അനി ഇനി അനാമികയ്ക്കൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ വളരെ കാര്യത്തിൽ അനിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അനി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അനി ഇങ്ങനെ സങ്കടത്തിലൂടെ നിന്നിട്ട് അനി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നയന ചെന്ന് അനിയെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് റൂമിൻ്റെ സൈഡിൽ ചെന്നിങ്ങനെ നോക്കുമ്പോൾ അനി നമ്മുടെ ബെഡിൽ ചാരിയിരുന്ന് സങ്കടത്തോടെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, മോനെ ഈ ഏട്ടത്തിയോട് ക്ഷമിക്കണം, കാര്യം നന്ദുവും നീയും ഒരുമിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ദാമ്പത്യം നിനക്കറിയാമല്ലോ, അതുപോലെ ആകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീട്ടിൽ ഇനി ഒന്നുകൂടി അങ്ങനെ നമ്മുടെ നന്ദു കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുമെന്നോ പ്രവർത്തിക്കുമെന്നോ മറ്റുള്ളവർ പറയുന്ന രീതിയൊന്നും എനിക്ക് കാണാനോ കേൾക്കാനോ വയ്യ. നവ്യേച്ചിയെ തന്നെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കടിച്ചു പിടിച്ച് സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ നന്ദുവിനെ കൂടി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല മോനെ, ഈ ഏട്ടത്തിയോട് നീ ക്ഷമിച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് നയൻ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിന്നെ നയനയും ആദർശം കൂടെ പുറത്ത് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ആദർശം നോക്കുമ്പോൾ നയന നല്ല ബ്ലൂ കളർ സാരിയൊക്കെ കൊടുത്ത് നല്ല വളയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ആദർശം വിചാരിക്കുകയാണ്, ഇവർക്ക് ഈ കളർ നല്ല ചേരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പിന്നെ എന്താ നയന ചോദിക്കുകയാണ്, ഈ സാരി എങ്ങനെ ഉണ്ടെന്ന്. അത്ര പോരാ എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഷർട്ടും അത്ര പോരാ, ഇത് ഞാൻ വാങ്ങി തന്നതാണല്ലോ എന്നൊക്കെ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്. നീ വാങ്ങി തന്നതാണോ? ഞാൻ ഓർത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നാൽ പിന്നെ വേണ്ടെങ്കിൽ മാറ്റിയിട്ടേക്ക്. ഇനിയിപ്പോൾ എന്തിനാ മാറ്റിയിടുന്നത്, ഇനിയിപ്പോൾ കിടന്നോട്ടെ, ഇട്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും അവരുടെ സ്നേഹത്തോടെ രാത്രിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ 2 പേരും കൂടെ റെഡിയായി. ഇനിയിപ്പോൾ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് തെറ്റണ്ട, അഥവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആദർശൻ നയനയും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിൽ ദേവയാനിയും ജയനും ആദർശിൻ്റെ അച്ഛനമ്മയും ഇരിപ്പുണ്ട്. അപ്പോൾ
അയ്യോ അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് ബാക്കിലേക്ക്, അതായത് ആദർശ് നൈനയും കൂടെ തിരിഞ്ഞ് റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജയൻ കാണുന്നുണ്ട്. നീ എന്താടോ വന്നിട്ട് തിരികെ പോയത്? ഒന്നുമില്ല അച്ഛാ. പിന്നെന്താ നിനക്ക് വന്നുകൂടി, നിങ്ങൾ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പാണല്ലോ. അപ്പോൾ പറയാം അതെ ഇവക്ക് എന്തൊക്കെയോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവേനെ ചോദിക്കും ഈ രാത്രിയിലേക്കാണോ നിനക്ക് സാധനം വേണ്ടത്? നിനക്ക് എന്താണെന്ന് വെച്ചാൽ പകൽ വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും അയ്യോ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും വേണ്ട, എന്നോട് പുറത്ത് പോകാൻ റെഡിയാകാൻ പറഞ്ഞത് ആദർശേട്ടനാണ് നയനയും പറയുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട് നയന ഒരിക്കലും കള്ളത്തരം പറയില്ല, പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നത്? നിൻ്റെ ഭാര്യയും ഭർത്താവും ഇല്ലേ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ പുറത്ത് പോകുന്നതിന് എന്താ തെറ്റ്? നിൻ്റെ അമ്മയും ഞാനും കല്യാണം കഴിഞ്ഞപ്പോൾ ഒക്കെ ഇതുപോലെ രാത്രിയോ പകലോ ഒന്നുമില്ലാതെ ഒത്തിരി പോയതാണെന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ദേവയാനിക്ക് കുറച്ച് വാണിംഗും കൊടുക്കുന്നുണ്ട്. നയനയുടെ സ്വഭാവം നല്ലതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, ഈ കുടുംബം നേരെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ മോളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അഭിയെ നമ്മുടെ നിർമ്മൽ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് പിന്നെ 10 ലക്ഷം രൂപ വേണമെന്ന്. 10 ലക്ഷം രൂപയോ എന്നൊക്കെ പറഞ്ഞാൽ അതെ എൻ്റെ ജീവിതം എന്തായാലും താറുമാറായി നീ ഒറ്റ ഒരാൾ കാരണം, ഇനി എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നവ്യ കാണുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ ആരെയെ വിളിച്ചതെന്ന്. അപ്പോൾ നവ്യയുടെ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ അഭി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്ക് നിന്നെ നല്ല ഡൗട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, താങ്ക് യു.